റീനാസ് കിച്ചൺ. ഞാൻ ഇന്നൊരു കുട്ടികൾക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് പഴം ചിക്കിയതെന്ന് പറയും നമ്മുടെ അവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 വലിയ പഴം വേണം. ഞാൻ 2 വലിയ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 240 ml കപ്പിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബദാം നുറുക്കിയതെടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കാഷ്യൂനട്ട് എടുക്കാം, അല്ലെങ്കിൽ കാഷ്യൂനട്ടും കിസ്മിസും കൂടെ എടുക്കാം. ഇനി ഇത് ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഇത് നിർബന്ധമില്ല, ഓപ്ഷണലാണ്. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും വേണം. അത് നെയ്യും വെളിച്ചെണ്ണയും തന്നെ വേണമെന്നില്ല, വെളിച്ചെണ്ണയിൽ മാത്രം വേണമെങ്കിലും ഉണ്ടാക്കാം, അല്ല നെയ്യിൽ വേണമെങ്കിലും മാത്രം ഉണ്ടാക്കാം. അപ്പോൾ നെയ്യിലുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷെ എനിക്ക് ഇപ്പോൾ ഇവിടെ മോൾക്ക് അധികം നെയ്യ് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്താൽ എടുക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ മാത്രം മതിയെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം, നെയ്യ് മാത്രം മതിയെങ്കിൽ നെയ്യിലും ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി വേണം. അപ്പോൾ ഇത്രയും സംഭവങ്ങളും മതി. നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട്. നമ്മൾ ആദ്യം പഴം വാട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നെയ്യോ വെളിച്ചെണ്ണ എന്ത് വേണോ അത് മാത്രം ചേർത്തും ചെയ്യാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മൾ ചൂടായി വരുമ്പോൾ നമ്മുടെ പഴം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പഴം ഉണ്ടല്ലോ, ഇതിന് വേണ്ടിയിട്ട് പഴം അരിയണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊത്തിയിട്ട് അരിയണം. പഴം 4ആയിട്ട് കീറിയിട്ട് നുറുക്കിയിട്ട് അരിയണം. അങ്ങനെയാണ് നമ്മൾ പഴം അരിയണം. അപ്പോൾ ഇതിന് കുറച്ചൊരു ടേസ്റ്റ് കിട്ടാം. നല്ല പച്ചപ്പഴം അല്ല, നല്ല പഴുത്ത പഴം എടുക്കുമ്പോഴാണ്. പച്ചപ്പഴമാകുമ്പോൾ അത്ര കൂടി മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പഴം നമ്മൾ സാധാരണ നോർമലി നമ്മൾ പഴമൊക്കെ വാട്ടൂലേ, നെയ്യിലും വെളിച്ചെണ്ണയിലൊക്കെ പിള്ളേർക്ക് വാട്ടി കൊടുക്കണം. അതുപോലെ ഇത് ജസ്റ്റ് ഇങ്ങനെ വാട്ടിയെടുക്കാം. ഒരുപാട് കരിഞ്ഞ് പോകരുത്. ലൈറ്റ് യെല്ലോ കളറിൽ പഴം ഇങ്ങനെ വെളിച്ചെണ്ണ കിടന്ന് വാട്ടിയെടുക്കാം. കണ്ടപ്പോൾ ഇതിങ്ങനെ കൊത്തി അരിഞ്ഞുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതായിക്കോളും, ഉടഞ്ഞു പോവാതെ ഇതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് ഒന്ന് വേണ്ടി വരും. അതിന് മുന്നിൽ തന്നെ ഇത് ഇങ്ങനെ വാടി കിട്ടും. എളുപ്പമാണ് ഇത്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. പിള്ളേർക്ക് നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ പഴം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് നമ്മുടെ ബദാം ഇട്ട് കൊടുക്കാം. ഞാൻ അതുവരെ ഇതൊന്ന് ഇതാവട്ടെ. എപ്പോഴും ഇളക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടോസ് ചെയ്ത് കൊടുത്താലും മതി. ഇങ്ങനെ ഒന്ന് ടോസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. അതിനുശേഷം നമുക്ക് ബദാം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴം ഒരു യെല്ലോ കളറായിട്ടുണ്ട്, ലൈറ്റായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബദാം ഇട്ട് കൊടുക്കാം. ഇതിന് വേണം നിങ്ങൾക്ക് കാഷ്യൂനട്ടോ കിസ്മിസ് എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ, നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച്. ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മോളുടെ വയറ്റിൽ ഈ ബദാം ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ഇടുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഈ എണ്ണക്കിടന്ന് പഴം വഴന്ന് വരുന്നതിൻ്റെ ഒപ്പം വഴന്നും വരും. കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ ചെയ്യും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് ഉണ്ടാൽ കുറേശ്ശെ ഇട്ടാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗറിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് തീരുമാനിക്കാം. കയ്യിലുള്ള പഴത്തിൻ്റെ മധുരവും നിങ്ങളുടെ വീട്ടിൽ എത്ര മധുരം വേണം അതൊക്കെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ട്, അതായത് 4 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ തേങ്ങ ഇപ്പോൾ തന്നെ ചേർക്കും. ആ സമയത്ത് തേങ്ങയിലേക്കൊക്കെയുള്ള മധുരം ഒരുമിച്ച് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. യെല്ലോ കളറായിട്ടുണ്ട്. പിന്നെ നമുക്ക് ചില ആൾക്കാർക്ക് പഴം വാട്ടുമ്പോൾ കറുത്തിരിക്കണതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും നേരം വാട്ടിക്കോളൂ. എൻ്റെ മോൾക്ക് എന്ന് പറഞ്ഞാൽ കറുപ്പ് വരുന്നത് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ യെല്ലോ കളറിൽ തന്നെ എടുക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നു. ഈ തേങ്ങയുടെ അളവും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റാൻ വരണം കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് കുറഞ്ഞു വരും തേങ്ങ. എനിക്ക് 1 കപ്പ് ഇട്ടിട്ട് പാകമാണെന്നാണ് തോന്നുന്നത്, കറക്റ്റാണെന്നാണ് തോന്നുന്നത്. ഈ സ്നാക്ക് ഉണ്ടായാൽ ശരിക്കും ഒരു 5 മിനിറ്റ് വരും. തേങ്ങയും പഴവും നട്ട്സൊക്കെ ഉള്ളത് നല്ല ഹെൽത്തിയാണ്. നെയ്യുള്ളതുകൊണ്ട് കുട്ടികൾക്ക് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്നാക്കാണ്. എന്നാലും ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പവുമാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. നെയ്യൊക്കെ നമ്മൾ ഒഴിച്ച് തന്നെ മതി കേട്ടോ, കൂടുതൽ വേണ്ടി വരില്ല. ഒരുപാട് എണ്ണ ആകുമ്പോഴും ഒരു മട്ടിപ്പ് വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ വഴറ്റി കൊടുക്കാം. ഈ പഴം ഒന്ന് വഴന്ന് വരണം. നമ്മുടെ തേങ്ങയും ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് കളറും മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ പഴം ചിക്കിയത് റെഡി ആയിട്ടുണ്ട്. ഞാൻ മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വേണ്ടല്ലോ, കറക്റ്റാണ് കേട്ടോ. 4 ടേബിൾ സ്പൂൺ ഷുഗർ ഇടുമ്പോൾ അത്യാവശ്യം ഇത് നല്ല പഴുത്ത പഴമാണെങ്കിലും തേങ്ങയൊക്കെ ചേർത്ത് വരുന്നതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ ഷുഗർ ഇടുമ്പോൾ കറക്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ മധുരവും ഇതൊക്കെ അനുസരിച്ച് ഇടാം. ഇതിപ്പം കുറച്ച് കുഴഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. ഇത് നല്ല പഴുത്ത പഴമായതുകൊണ്ട്. ഇനി നിങ്ങൾക്ക് അങ്ങനെ കുഴഞ്ഞ പോലെ വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ജസ്റ്റ് പഴുത്ത് വരുന്ന പഴം ഇട്ടാൽ മതി. അപ്പോൾ പഞ്ചസാര കൂട്ടിയെടുക്കുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ ഇഷ്ടം പഴുത്ത പഴമാണ്.
അപ്പോഴാണ് കൂടുതൽ കഴിക്കാൻ സ്വാദുള്ളത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്കൊരു വ്യത്യാസത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നാടൻ സ്നാക്കാണ്. ഞാൻ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യാനും ട്രൈ ചെയ്യാനും ഒക്കെ മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.